നമ്മുടെ ദൈവം സമാധാനത്തിൻ്റെ ദൈവമാണ്, സമാധാനം നൽകുന്ന ദൈവമാണ്. എല്ലാ അസമാധാനങ്ങളും മാറ്റി സ്വസ്ഥത തരുന്നൊരു നല്ല ദൈവം. യേശുക്രിസ്തുവിൻ്റെ ഒരു പേര് തന്നെ സമാധാന പ്രഭു എന്നാണ്, പ്രിൻസ് ഓഫ് പീസ്. ആമേൻ. ഇന്ന് കർത്താവ് നിങ്ങൾക്ക് സ്വസ്ഥതയും സമാധാനവും തരാൻ ആഗ്രഹിക്കുന്നു. പിശാച് സമാധാനം എടുത്തു കളയാൻ വന്നവനാണ്, ലോകത്തിൽ നിന്ന് തന്നെ സമാധാനം എടുത്തു കളയാൻ വന്നവനാണ്. അതുകൊണ്ട് നമ്മുടെ ഭവനത്തിലാകട്ടെ, നമ്മുടെ കുടുംബത്തിലോ, നമ്മുടെ ബന്ധങ്ങളിലോ, നമ്മൾ ഇടപെടുന്ന സ്ഥലങ്ങളിലോ, ജോലി മേഖലയിലോ ഒക്കെ സമാധാനം എടുത്തു കളയുന്ന ശക്തി പിശാചിൻ്റെതാണ്. എന്നാൽ ദൈവത്തോട് നാം അടുത്ത് ചെല്ലുമ്പോൾ നമ്മുടെ മേൽ അവൻ്റെ സമാധാനം നിറഞ്ഞുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. ഒറ്റ വാക്കി പറഞ്ഞാൽ, ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളെ വിട്ട് അകലുന്നതാണ് നമ്മുടെ സമാധാനമില്ലായ്മ. സമാധാനം കുറയുന്നത് എപ്പോഴാണ്? ദൈവസാന്നിധ്യം നമ്മളിത് കുറയുമ്പോഴാണ്. നമ്മളെപ്പോഴാണ് പീസ്ഫുൾ ആകുന്നത്, അല്ലെ സെക്യൂർ ആകുന്നത്? ദൈവം നമ്മുടെ അടുക്കലേക്ക് വന്നിരിക്കുന്ന ആ ഒരു ഉറപ്പ് കിട്ടുമ്പോഴാണ്. ഹല്ലേലൂയ. ഇന്നത്തെ ശാലോം സന്ദേശത്തിൽ പരിശുദ്ധാത്മാവ് തരുന്ന ദൂത്, നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം സമാധാനം തരാൻ വേണ്ടിയാണ് ഈ ദൂത് നൽകുന്നത്. ഹല്ലേലൂയ. ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിൽ യേശു പറയുന്നുണ്ട്, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, ലോകം തരുന്നത് പോലെയല്ല. 16-ാം അധ്യായം 33-ാം വാക്യം, നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഞാനിത് നിങ്ങളോട് സംസാരിക്കുന്നു. യേശു സമാധാനം തരുന്നു. യേശു ക്രിസ്തുവിൽ നമുക്ക് സമാധാനമുണ്ട്. ഹല്ലേലൂയ. യേശു സമാധാനം നൽകുന്നവനാണ്. അതേസമയം തന്നെ യേശു ക്രിസ്തുവിൽ എനിക്കും നിങ്ങൾക്കും സമാധാനമുണ്ട്. അപ്പോൾ ആശ്വസിക്കുവാനും സമാധാനിക്കുവാനും ലോകത്തിൽ ഒരിടവുമില്ലാതെ, ലോകത്തിലൊരു വിഷയവും ഒരു കാര്യമില്ലാതിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. എന്തിനാണ് നമുക്ക് ആശ്വസിക്കാനുള്ളത്? എന്തിനാ ആശ്രയിക്കാനുള്ളത്? എന്തിനാ സമാധാനിക്കാനുള്ളത്? നമുക്കിന്ന് അനുകൂലമായി നിൽക്കുന്ന ഒരു ഘടകവും നമുക്ക് നാളെ സ്വസ്ഥത തരുന്നതല്ല. അതെല്ലാം നമ്മുടെ സമാധാനം എടുത്തു കളയാൻ പറ്റുന്നേ ഉള്ളൂ. പക്ഷേ സമാധാനം നൽകുന്ന ക്രിസ്തുവാണ്. ക്രിസ്തുവിൽ നമുക്ക് സമാധാനിക്കാം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം പറയുന്നത്, പിശാച് നമ്മുടെ ഭവനത്തിൽ കയറിക്കൂടുന്നത് നമ്മുടെ വീട്ടിലുള്ള സ്വസ്ഥത എടുത്തു കളയാനാണ്, ബന്ധങ്ങൾ അകറ്റിക്കളയാനാണ്. അത് അന്യോന്യം കുറ്റപ്പെടുത്തിയാട്ടെ, ഇനി ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടാകട്ടെ, അത് ചില ഇല്ലായ്മകൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ പേരുള്ള അസ്വസ്ഥതകൾ, അസമാധാനങ്ങൾ, ഇതൊക്കെ പിശാച് സൃഷ്ടിക്കാൻ നോക്കും. എന്നാൽ റോമാലേഖനം 16-ാം അധ്യായം 20-ാം വാക്യം, സമാധാനത്തിൻ്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചു കളയും. ഹല്ലേലൂയ. നിങ്ങളുടെ കുടുംബത്തിൻ്റെ അകത്തുനിന്ന് സ്വസ്ഥത എടുത്തു കളഞ്ഞ, സമാധാനം എടുത്തു കളഞ്ഞ പൈശാചിക ശക്തികളെ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളുടെ കാൽ കീഴെ ചതച്ചു കളയും. പറഞ്ഞേ, എൻ്റെ ദൈവം എൻ്റെ കുടുംബത്തിൻ്റെ സമാധാനം, എൻ്റെ ദൈവം എൻ്റെ സമാധാനം. എൻ്റെ കുടുംബത്തിൽ എൻ്റെ കർത്താവിൻ്റെ സമാധാനം വസിക്കുന്നത് കൊണ്ട് സാത്താന്യ ശക്തികളെ, കലഹത്തിൻ്റെ ശക്തികളെ കാൽ കീഴെ ചതച്ചു കളയും. കൊരിന്ത്യലേഖനത്തിൽ 1 കൊരിന്ത്യലേഖനം 14-ാം അധ്യായം 33-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, 1 കൊരിന്ത്യർ 14:33, ദൈവം കലക്കത്തിൻ്റെ ദൈവമല്ല, സമാധാനത്തിൻ്റെ ദൈവം അത്രേ. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഡിസ്പ്യൂട്ടുകൾ ഉണ്ടാക്കുന്ന ദൈവമല്ല. അതാണ് അവിടുത്തെ വിഷയം. സമാധാനം ഉണ്ടാക്കുന്നവനാണ്. ഹല്ലേലൂയ. അത് ഏത് വിഷയത്തിലാണെങ്കിലും സമാധാനം ഉണ്ടാക്കുന്നു. അതാണ് നമ്മുടെ ദൈവം. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടുമെന്ന് മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ. അവർ ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. അപ്പം ദൈവപുത്രന്മാർക്ക് മാത്രമേ സമാധാനം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. സാത്താൻ്റെ പുത്രന്മാർ, അവൻ്റെ ദൂതന്മാർ സമാധാനം കെടുത്തിക്കളയുന്നവരാണ്. നിങ്ങളുടെ ഭവനത്തിനകത്ത് ദൈവത്തിൻ്റെ പുത്രന്മാരായി നിൽക്കാം, ദൈവത്തിൻ്റെ സമാധാനം ഉണ്ടാക്കുന്നവരായി നിൽക്കാം. ഹല്ലേലൂയ. അപ്പം സമാധാനത്തിൻ്റെ ദൈവം നമ്മുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കുമെന്ന് ഫിലിപ്പി ലേഖനം 4-ാമത്തെ അധ്യായത്തിൻ്റെ 7 മുതൽ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്. 7-8 വാക്യങ്ങളിൽ സമാധാനത്തിൻ്റെ ദൈവം നിലവുകളെയും നിങ്ങളുടെ ചിന്തകളെയും നിങ്ങളുടെ ബുദ്ധിമണ്ഡലത്തെയൊക്കെ ക്രിസ്തുയേശുവിൽ കാക്കും. സമാധാനം നൽകുന്ന ദൈവം. അപ്പം നമ്മുടെ സമാധാനം എടുത്തു കളഞ്ഞിരിക്കുന്ന ബുദ്ധിയിൽ നിന്നും ചിന്തയിൽ നിന്നും ഓർമ്മയിൽ നിന്നൊക്കെ ആ മേഖലയിലൊക്കെയും സമാധാനം നൽകി കർത്താവ് നമ്മളൊരു വാഴ്ച നടത്തും. ഹല്ലേലൂയ. ഇനി കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. ഹൃദയങ്ങളിൽ ആകുലതയുണ്ടാക്കി, നിരാശയുണ്ടാക്കി, ഭയമുണ്ടാക്കി, സംശയങ്ങളുണ്ടാക്കി, ഭീതി ഉണ്ടാക്കി നമ്മുടെ ഹൃദയങ്ങളിൽ പിശാച് വാഴ്ച നടത്താൻ നോക്കുന്നുണ്ട്. വാഴ്ച നടത്തുകയാണ്. അപ്പം പിശാച് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് സമാധാനത്തിൻ്റെ
ആ സമാധാനം എടുത്തു കളഞ്ഞാൽ നമ്മുടെ എന്താ പറയുന്നത് എല്ലാം ആകെ തകിടം മറിയും. നമ്മുടെ മുഴുവൻ കാൽക്കുലേഷൻസ് തെറ്റും. അതൊരു വാഴ്ചയാണ്. നിരന്തരമായി അസമാധാനത്തിലൂടെ പോവുക, നിരാശയിലൂടെ പോവുക, മരിക്കണം എന്നുള്ള ചിന്ത തോന്നുക, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കണം എന്നുള്ള ചിന്ത തോന്നുക, എല്ലാത്തിനോടും വെറുപ്പ് തോന്നുക, എല്ലാവരോടും കയർക്ക്, എല്ലാത്തിനും പ്രശ്നം ഉണ്ടാക്കുക, എല്ലായിടത്തും പ്രശ്നമായി തീരുക. ഇത് പിശാച് ഹൃദയത്തിൽ നിന്ന് സമാധാനം എടുത്തു കളഞ്ഞിട്ട് പിശാച് ഒരു വാഴ്ച നടത്തുന്നതാണ്. എന്നാൽ കർത്താവിൻ്റെ വചനം പറയുന്നത് ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. നമ്മുടെ ഹൃദയങ്ങളെ വാഴേണ്ടത് പിശാചല്ല, അസമാധാനമല്ല, നിരാശയല്ല. ആ യേശുവിൻ്റെ നാമത്തിൽ നിരാശയുടെ വാഴ്ചകൾ മാറട്ടെ എന്ന് പറയണം. യേശുവിൻ്റെ നാമത്തിൽ അസമാധാനത്തിൻ്റെ വാഴ്ച മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ ഭയത്തിൻ്റെ വാഴ്ചകളും മാറട്ടെ. ക്രിസ്തുവിൻ്റെ സമാധാനം എൻ്റെ ഹൃദയത്തിൽ വാഴട്ടെ. ഹല്ലേലൂയ. അതൊരു വാഴ്ചയാണ്, അതൊരു അധികാരമാണ്. സമാധാനം വാഴട്ടെ. സമാധാനം വാഴുമ്പോഴാണ് ദൈവത്തിൻ്റെ പാതയിൽ നമുക്ക് ധൈര്യത്തോടെ മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്നത്. ഹല്ലേലൂയ. ഇനി എബ്രായ ലേഖനത്തിലെ ഒരു വാക്യം കൂടെ വായിക്കാം. 12-ാം അധ്യായം 14-ാം വാക്യം ശ്രദ്ധിച്ച് കേൾക്കണം. എല്ലാവരോടും ശുദ്ധീകരണം ആചരിച്ച് സമാധാനം പ്രാപിക്കണം. എല്ലാവരോടും ശുദ്ധീകരണം ആചരിക്കണം. സമാധാനം പ്രാപിക്കണമെങ്കിൽ ശുദ്ധീകരണം പ്രാപിക്കണം. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. അപ്പോൾ നമ്മൾ എന്ത് വാഞ്ചിക്കണം? സമാധാനം വാഞ്ചിക്കണം. ലഭിക്കണമെങ്കിൽ ശുദ്ധീകരണം ആചരിക്കണം. ചുരുക്കത്തിൽ നമ്മുടെ സമാധാനവും നമ്മുടെ ശുദ്ധീകരണവുമായി വലിയ ബന്ധമുണ്ട്. എൻ്റെ ഹൃദയം ദൈവത്തോട് പറ്റിയിരിക്കുമ്പോൾ, ദൈവം എന്നെ ശുദ്ധീകരിച്ചു കഴിയുമ്പോഴാണ് എനിക്ക് സ്വസ്ഥത ഉണ്ടാകുന്നത്. എൻ്റെ ഹൃദയത്തിൽ ഞാൻ അകൃത്യം കരുതുന്നുണ്ടെങ്കിൽ, എൻ്റെ മനസ്സിനകത്ത് പാപങ്ങളുണ്ടെങ്കിൽ എനിക്ക് സ്വസ്ഥത ഉണ്ടാകുകയില്ല. സങ്കീർത്തനം 32 ഇരിക്കുന്നത്, ലംഘനം ക്ഷമിച്ചു പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെ ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഞാൻ മിണ്ടാതെ ഇരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി. രാവും പകലും എൻ്റെ കണ്ണുനീരിൻ്റെ ആഹാരമായി തീർന്നു. കേട്ടോണം. അപ്പോൾ ഇത് മിണ്ടാതിരിക്കുമ്പോഴാണ്, ലംഘനമുള്ളപ്പോൾ, പാപം അകൃത്യമുള്ളപ്പോൾ. എന്നാൽ എൻ്റെ പാപം ഞാൻ നിന്നോട് ദൈവത്തോട് ഏറ്റു പറയുമെന്ന് ഞാൻ പറഞ്ഞു, അപ്പോൾ നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മൾ ദൈവത്തിൻ്റെ അടുക്കലേക്ക് അടുത്ത് വരും തോറും നമ്മുടെ ഉള്ളിൽ നിന്ന് പാപത്തിൻ്റെ ശക്തികളെല്ലാം വിട്ടുമാറും. പാപത്തിൻ്റെ ശക്തികൾ വിട്ടുമാറി നാം ശുദ്ധീകരണം പ്രാപിക്കും തോറും സമാധാനം അടുത്ത് വന്നുകൊണ്ടേയിരിക്കും. നാം സമാധാനത്തിലായി കഴിയുകയാണ്. ഹല്ലേലൂയ. നമുക്ക് എങ്ങനെയാണ് അത് പ്രാപിക്കാൻ പറ്റുന്നത്? ഒന്ന്, യേശുവിൻ്റെ രക്തം കൊണ്ട് നമ്മൾ ശുദ്ധീകരിക്കുകയാണ്. കർത്താവിനെ പറഞ്ഞില്ലേ, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ക്രിസ്തുവിനുള്ള സമാധാനം എന്ന് പറഞ്ഞാൽ എൻ്റെ യേശുവിൻ്റെ അകത്ത് വന്നു. എൻ്റെ യേശുവിൻ്റെ അകത്ത് വന്നു, എന്നെ ശുദ്ധീകരിച്ചു. എൻ്റെ യേശുവിൻ്റെ അകത്ത് വസിക്കുകയാണ്. എൻ്റെ അകത്ത് യേശു വസിക്കുമ്പോൾ അവൻ്റെ സമാധാനമാണ് എൻ്റെ മേൽ വാഴുന്നത്. ഹല്ലേലൂയ. അവിടെ കലങ്ങേണ്ട, ആകുലപ്പെടേണ്ട, ദുഃഖിക്കേണ്ട. കാര്യങ്ങൾ നടത്തുവാൻ കർത്താവുണ്ട്. ചിലരുടെ ചിന്ത, ചിലരുടെ ഭാരം, ചിലരുടെ അസമാധാനം എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ കാര്യം എന്തായിത്തീരും, നാളത്തെ കാര്യങ്ങൾ എന്തായിത്തീരും, ഭാവി എങ്ങനെയായിത്തീരും, അല്ലെങ്കിൽ പണത്തിൻ്റെ ബാധ്യതകൾ വന്ന് കിടക്കുന്നു, അതിൻ്റെ പരിഹാരം എങ്ങനെയായിത്തീരും, വിവാഹത്തിൻ്റെ കാര്യം എങ്ങനെയായിത്തീരും, മക്കളുടെ തലമുറയുടെ കാര്യം എന്തായിത്തീരും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആകുലങ്ങളായി വന്ന് കീറിക്കിടക്കുകയാണ്. സമാധാനം എടുത്തു കളയുകയാണ്. വേണ്ട, എൻ്റെ യേശു എൻ്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. എൻ്റെ യേശു എൻ്റെ അകത്തുണ്ട്. ക്രിസ്തുവിൻ്റെ സമാധാനത്താലാണ് ഞാൻ നടക്കുന്നത്. ഹല്ലേലൂയ. അതിനുവേണ്ടിയാണ് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിക്കാം. ആമേൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. അതേ പ്രിയമുള്ളവരെ, എല്ലാ അസമാധാനത്തിൻ്റെ വാഴ്ചകളും നിങ്ങളിന്ന് മാറിപ്പോകട്ടെ. നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. ബന്ധങ്ങളെ അകറ്റി തിക്കി എന്താ പറയുന്നത്, സാത്താന്യ ശക്തികൾ ദുർമുഖങ്ങളായിട്ടാണെങ്കിലും ജഡമുഖങ്ങളായിട്ടാണെങ്കിലും ഒക്കെ പാപശക്തികളായിട്ടാണ് തിക്കിക്കേറുകയാണ്. അത് കയറുന്തോറും നമ്മുടെ സ്വസ്ഥത അകന്നുകൊണ്ടിരിക്കും. കർത്താവ് നമ്മെ ശുദ്ധീകരിക്കട്ടെ. സമാധാനത്തിലേക്ക് നമുക്ക് ചേർന്ന് നിൽക്കണം. ആമേൻ. ക്രിസ്തുവിൻ്റെ സമാധാനം നമ്മുടെ കുടുംബങ്ങളെ നിറയട്ടെ. സമാധാനത്തിൽ ജീവിപ്പാൻ ദൈവം നമ്മെ വിളിച്ചു. 1 കൊരിന്ത്യർ 7-ാം അധ്യായം 15-ാം വാക്യം. എന്നാൽ സമാധാനത്തിൽ ജീവിപ്പാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. പറ, കർത്താവിനെ വിളിച്ചത് സമാധാനത്തിൽ ജീവിക്കാനാണ്, സ്വസ്ഥതയിൽ ജീവിക്കാനാണ്. എൻ്റെ കുടുംബത്തിന് അസമാധാനത്തിൻ്റെ ഭവനമല്ല, അസ്വസ്ഥതയുടെ ഭവനമല്ല, നിരാശയുടെ ഭവനമല്ല. എൻ്റെ ഭവനം സ്വസ്ഥതയുടെ ഭവനമാണ്. സ്വസ്ഥതയിൽ ജീവിക്കുവാൻ ദൈവം എന്നെ വിളിച്ചിരിക്കുന്നു. എൻ്റെ കുടുംബം സമാധാനത്തിലാകട്ടെ. ഹല്ലേലൂയ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ദൈവത്തിൻ്റെ രക്ഷ കാണുന്നവർ, ദൈവത്തെ സ്നേഹിക്കുന്നവർ. യേശു പറഞ്ഞില്ലേ, നിങ്ങൾ സുവിശേഷം പറയാൻ പോകുമ്പോൾ ഒരു വീട്ടിൽ നിങ്ങൾ സമാധാനം എന്ന് വിളിച്ചു പറയും, നിങ്ങൾക്ക് സമാധാനം എന്ന് വിളിച്ചു പറയുക. ആ സമയത്ത് ഒരു സമാധാനപുത്രൻ ആ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവൻ്റെ അടുക്കിലേക്ക് എത്തും.
അത് ചിലയിടത്തൊക്കെ നമ്മൾ സുവിശേഷം പറയാൻ പോകുമ്പോൾ നമ്മളെ കടിച്ചു കയറാൻ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഉള്ളിൽ സമാധാനമില്ല. സമാധാനപുത്രന്മാർ അവിടെ ഇല്ല. ഒരു സമാധാനപുത്രൻ മാത്രമേ സമാധാനം ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാ അസ്വസ്ഥതകളും മാറ്റി, കർത്താവേ എൻ്റെ ഹൃദയം സമാധാനത്തിൻ്റെ ഹൃദയം, സമാധാനമുള്ള ഹൃദയം, സമാധാനം ഉണ്ടാക്കുന്ന ഹൃദയം, അനേകർക്ക് സമാധാനം കൊടുക്കുന്ന ഹൃദയം എനിക്ക് തരണമേ. നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യും. പ്രാർത്ഥിക്കാം. യേശു നമ്മുടെ അകത്തേക്ക് വരുമ്പോൾ അത് സംഭവിക്കും. പ്രിയ കർത്താവേ, ഇപ്പോൾ ഈ വചനം പറഞ്ഞു സമാധാനത്തിൽ ജീവിക്കുവാൻ ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുന്നു. സമാധാനത്തിൻ്റെ ദൈവം സാത്താനെ ഞങ്ങളുടെ കാൽ കീഴെ ചതച്ചു കളയും. യേശുവിൻ്റെ സമാധാനം, യേശു നൽകുന്ന സമാധാനം, യേശു നൽകുന്ന സമാധാനം, യേശുവിൻ്റെ സമാധാനം ക്രിസ്തുവിൽ ഞങ്ങൾ അനുഭവിക്കട്ടെ കർത്താവേ. അവിടുത്തെ കരങ്ങളിലേക്ക് മക്കളെ, അവരുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്ന കർത്താവ്. ഏത് മേഖലയിലാണ് തകർന്നു പോയത്, എവിടെയാണ് നിരാശ വാഴ്ച നടത്തിയത്, എവിടെയാണ് കർത്താവേ ഭയവും അസ്വസ്ഥതകളും ഡിപ്രഷനൊക്കെ വാഴ്ച നടത്തുന്നത്, യേശുവിൻ്റെ നാമത്തിൽ ഇതെല്ലാം മാറി സമാധാനം വാഴട്ടെ. ക്രിസ്തുവിൻ്റെ സമാധാനം ഈ മക്കളിൽ വാഴട്ടെ, അവരുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. ആമേൻ. കർത്താവേ, സമാധാനത്തിൻ്റെ വലിയ ഫലം അനുഭവിക്കട്ടെ കർത്താവേ. നിന്റെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ദൈവിക സമാധാനം കൊണ്ട് പിശാച് സമാധാനം എടുത്തു കളഞ്ഞ കുടുംബങ്ങളിൽ ദൈവിക സമാധാനത്തിൻ്റെ വാഴ്ച ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സമാധാനത്തിൻ്റെ വാഴ്ച ഉണ്ടാകട്ടെ. ഒരു ദിവസമല്ല, നിരന്തരം സമാധാനം നിൽക്കുന്ന രീതിയിൽ സമാധാനത്തിൻ്റെ ഒരു വലിയ വാഴ്ച ഉണ്ടാകട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ സമാധാനത്തിൽ ജീവിക്കുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. ആമേൻ. എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും കർത്താവിനോട് സംസാരിച്ച് കർത്താവിൽ നിന്ന് കേട്ട് സമാധാനം മുമ്പോട്ട് പോകാം. ഈ സന്ദേശം കുറേ പേർക്ക് ഷെയർ ചെയ്യുക. ഗോഡ് ബ്ലസ് യു. ഹാവ് എ പീസ്ഫുൾ ഡേ.